നന്മ കമ്മ്യൂണിക്കേഷൻ, ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. നമ്മുടെ ബിസ്മിയിൽ കൂൾ റെഡ് സെയിൽ ഓഫർ, AC, കൂളർ, റെഫ്രിജറേറ്റർ, വാട്ടർ ഡിസ്പെൻസർ തുടങ്ങി എല്ലാ ഗൃഹോപകരണങ്ങൾക്കും വമ്പിച്ച വിലക്കുറവ്. ഈ സമ്മർ വൻ ലാഭത്തിൽ ആഘോഷമാക്കാം ബിസ്മിയോടൊപ്പം. കൊടുങ്ങല്ലൂർ GLPS BHS സ്കൂളിൽ ശീതീകരിച്ച ക്ലാസ് മുറികൾ തുറന്നു. പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. തന്റെ അധ്യാപികയായിരുന്ന ഹൈറുന്നിസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി മന്ത്രി സ്കൂളിന് സംഭാവന ചെയ്ത 1 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രീ പ്രൈമറി ക്ലാസ് മുറികൾ ശീതീകരിച്ചത്. എന്റെ കലാപരവും സാഹിത്യപരവുമായ വാസനകളെയെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വിദ്യാലയമാണ് ഇത്. അതുകൊണ്ടാണ് ആ നിലയിലുള്ള ആലോചന എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ സ്കൂളിലെ രക്ഷാകർതൃ സമിതിയും മറ്റ് അധികാരികളും പുസ്തകങ്ങളെക്കാൾ ശീതീകരിക്കുന്ന നിലയിൽ AC ആണ് ഏറ്റവും ആവശ്യം എന്ന നിലയിൽ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഭാഗമായി ഞാൻ സംഭാവന ചെയ്ത 1 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് LKG UKG ക്ലാസ് മുറികൾ ശീതീകരിക്കാനാണ് രക്ഷാകർതൃ സമിതിയും അധ്യാപക സമൂഹവും എല്ലാം ചേർന്ന് തീരുമാനമെടുത്തത്. ആ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഇനിമേൽ ശീതീകരിച്ച LKG UKG ക്ലാസ് മുറികളിൽ ഇരിക്കാൻ സാധിക്കും. വളരെ കുളിർമയേറിയ അന്തരീക്ഷത്തിൽ അവർക്ക് ആദ്യ പരിശീലനം ലഭിക്കും. VR സുനിൽകുമാർ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായിരുന്നു. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ PN രാംദാസ്, ഹെഡ്മിസ്ട്രസ് KM മുംതാസ്, PTA പ്രസിഡന്റ് റസാഖ് ചിറക്കൽ, ശാലിനി ദേവി, അഞ്ജന തമ്പി, KA അനീഷ്, സ്മിത ജോർജ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ബിന്ദു ടീച്ചർ ഓൺലൈനിലൂടെ നമ്മുടെ ഈ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും പുറത്താണ് ഉദ്ഘാടനം നടത്തപ്പെടുന്നത്. ഞാനോട്ടത് ലഭിക്കുന്നില്ല. ടീച്ചർ പറഞ്ഞ ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. LKG UKG ക്ലാസ് മുറികൾ ശീതീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചെറിയ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടം കൂടിയാണ്. അപ്പുറത്തുള്ള വിദ്യാലയവും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 5 കോടി രൂപയോളം തന്നെ 2 വിദ്യാലയങ്ങളിലുമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 65 കോടി രൂപയോളം നമുക്ക് ഈ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ നമ്മൾ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 5000 കോടി രൂപയോളം കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളും ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള വലിയ മാറ്റവും അക്കാദമിയുടെ നിലവാരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ 10 വർഷക്കാലം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. വിദ്യാർത്ഥികളിൽ ഉണ്ടായിട്ടുള്ള അറിവിൻ്റെ മാറ്റം, വിദ്യാലയങ്ങളിലുണ്ടായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കൊച്ചുമക്കൾക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും